മസ്കിറ്റോരി ഡെങ്കി മലേറിയ. എന്തിനാ ഫോൺ എടുത്തേ? ഞാൻ എടുത്തില്ല അച്ഛാ. ഡീ കള്ളം പറയരുത്. നീ കളിക്കാൻ വേണ്ടി ഫോൺ എടുത്തില്ലേ? ഞാൻ എടുത്തില്ല, കണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. ആ സത്യം കേട്ടു. ആ സത്യം, ഞാൻ അച്ഛന്റെ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞതല്ലേ. കണ്ണെടുത്ത് കളിക്കുന്ന കണ്ടാ. കണ്ണൻ അങ്ങനെ കളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ചേട്ടാ. കളിച്ചു, സത്യം. ഇനിയിപ്പൊ എന്തോ ചെയ്യുന്നു പറ. എന്റെ ചേട്ടാ കണ്ണൻ കളിച്ചാൽ തന്നെ അവൻ എങ്ങനെയാ ഫാക്ടറി റീസെറ്റ് ചെയ്യാനൊക്കെ അറിയുന്നേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടെന്തല്ലോ കളിക്കുന്നത്. ഇപ്പൊ നമ്പർ എങ്ങനെ എടുക്കും? ഫോൺ വരുന്നു. ചേട്ടാ എടുക്കേട്ടാ. ആരെന്ന് പറഞ്ഞ എടുക്കും? ചേട്ടാ എടുത്താലല്ലേ ആരാന്ന് അറിയാൻ പറ്റുള്ളൂ. അവര് പറഞ്ഞോളൂ ആരാന്ന് ചേട്ടൻ ചോദിച്ചാൽ മതി. ഹലോ, ആരാണ്? അല്ല സാർ, ഉത്തമനാണ് സാർ. ഫോൺ ഇങ്ങനെ ഇതായി, സോറി, കട്ട് ചെയ്തു. മൃഗാണ് സാറ്. ഞാൻ ആരാണെന്ന് ചോദിച്ചു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി കട്ട് ചെയ്തു. അപ്പൊ ചേട്ടൻ എടുത്ത വായിക്ക് പറയണ്ടായിരുന്നു സാർ ഇങ്ങനെ ഫോൺ കേടാ. അതിനുമ്പോ കട്ട് ചെയ്തില്ലേ? ഇപ്പൊ എന്തായാലും ഫോൺ നമ്പർ കിട്ടിയില്ലേ, അത് സേവ് ചെയ്ത് പോയി. അല്ല അപ്പച്ചി, അച്ഛന്റെ ഫോണിൽ എല്ലാ നമ്പറും പോയോ? ആ അതല്ല ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന റീസെറ്റ് ആയി പോയെന്ന്. അപ്പൊ ടീച്ചറിന്റെ നമ്പറൊക്കെ പോയില്ലേ? ചേട്ടാ നമ്പർ സേവ് ചെയ്ത് പോയി. ഡി നിന്റെ ടീച്ചറിന്റെ നമ്പറേ നിന്റെ അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. അല്ല അപ്പച്ചി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അച്ഛനെ എന്റെ ക്ലാസ് ടീച്ചറിനെ വിളിക്കേണ്ട എന്തെങ്കിലും ആവശ്യം വന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആവശ്യം വന്നാലേ നാത്തൂനെ വിളിച്ചോളൂ അച്ഛൻ കേട്ടോ. മോളിരുന്ന് പടി, വല്ലാതങ്ങ്. അത് ഞാൻ വരണോ? നീ വരണ്ട, നീ ഇരുന്ന് പടി. നീ എങ്ങാനും ആണ് ആ ഫോൺ എടുത്തതെന്ന് ഞാൻ അറിയട്ടെ. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. തന്നെ നീ ഇരി. കണ്ണം തന്നെ ഇരിക്കും. സെറ്റിംഗ്സ് ലാംഗ്വേജ് മാറുന്നില്ലല്ലോ. സ്പാനിഷ് ആണല്ലോ. വീഡിയോ കോൾ വിളിക്കണ? അല്ലടാ, എന്റെ ഫോണേ ഈ സെറ്റിംഗ്സ് ലാംഗ്വേജ് ഒക്കെ മാറി കിടക്കാ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനെ കുറെ നേരമായി. എന്ത് ഞാൻ നോക്കാം. എടാ നോക്കാത് സ്പാനിഷിലാണ് കിടക്കുന്നേ. നിനക്ക് സ്പാനിഷ് അറിയാമോ? സ്പാനിഷ് അറിഞ്ഞൂടാ. ആ എന്നാ വേണ്ട. മാമൻ അറിയാമോ? അല്ല എനിക്കും അറിഞ്ഞൂടാ. ഞാൻ നോക്കാം. മാമ ഇങ്ങനെ കുത്തുന്നു. മാറ്റിന്റെ അത് അതിനെ ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞത്. നിനക്ക് അറിഞ്ഞൂടല്ല. എനിക്കറിയാം. സെറ്റിംഗ്സ് നമ്മൾ നേരെ മെനു എടുത്ത് സെറ്റിംഗ്സ് എടുക്കണം. അങ്ങനെ വേണ്ട. ഞാൻ പറയട്ടെ, സെറ്റിംഗ്സിന്റെ പടം വെച്ച് അറിയല്ലേ. എന്നിട്ട് ഇങ്ങനെ 1 2 3 അടിച്ച് താഴോട്ട് പോകുമ്പോ അവിടെ ലാംഗ്വേജ് വരും. ഞാൻ വൈകുന്നേരം ജംഗ്ഷനിലെങ്ങാനും കൊടുത്ത് കടയിൽ നിന്ന് മാറ്റിക്കോളാം. നന്നായിക്കോളാം. ഞാൻ മാറ്റി തരാം. വേണ്ടടേ നോക്കട്ടെ. വീണ്ടും മാറി. അറബി അത് എന്റെ ഞാൻ ഇങ്ങോട്ട് ഞാൻ നോക്കാം. വേണ്ടടേ, ഞാൻ നന്നായിക്കോളാം. മക്കള് വലിയ മാമന്റെ ഫോൺ എടുത്ത്, പക്ഷെ സുമേഷാവിന്റെ ഫോൺ എടുത്തില്ല. ആ എന്റെ ഫോൺ എടുത്തായിരുന്നു നീ വിവരം അറിഞ്ഞാ. നീ മകള് ഫോൺ എടുത്തിട്ട് എന്തോന്ന് ചെയ്ത? എന്തോന്ന്? കാർട്ടൂൺ കണ്ട്. കാർട്ടൂൺ. എന്നിട്ട് ഇത് വർക്കായില്ല. അപ്പൊ എന്തിലൊക്കെ പിടിച്ച് നെക്കി. ബെസ്റ്റ്. ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ല ഞാനല്ല ഈ വീട്ടിലെ കുഴപ്പക്കാരൻ. ഇതിപ്പോ എന്തോന്ന് ചെയ്യും? നീ തന്നെ പറഞ്ഞോടെ എന്തോ ചെയ്യണമെന്ന്. ഞാൻ തിരിച്ച് മേശപ്പുറത്ത് എന്നെ കൊണ്ടുവച്ച്. അയ്യോ നല്ല പാവം കൊച്ച്. മേശപ്പുറത്ത് തന്നെ കൊണ്ടുവച്ചല്ലേ. ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറില്ലേ, അത് കിട്ടാൻ വഴിയുണ്ടോ? അതിന് കിട്ടത്തില്ല. അത് പോയി തിരിച്ചു കിട്ടത്തില്ല. കിട്ടൂലേ? ഇല്ലല്ലേ, കിട്ടത്തില്ല. പല ജീവികളുടെ ഉടമസ്ഥര് വിളിക്കൂടാ. ഇപ്പൊ തന്നെ മൃഗപാലൻ ഡോക്ടർ നേരത്തെ വിളിച്ചായിരുന്നു. ഞാൻ ആരെന്ന് വിളിച്ച് കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് പുള്ളി ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തിട്ട് പോയി. കളിയാക്കിയല്ലേ? ഫോൺ വരുന്ന ഫോൺ വരുന്നേട്ട് വേണ്ട, എടുക്കട്ടെ. ചേട്ടാ വീണ്ടും വരുന്നത് എടുക്ക ചേട്ടാ. അത് എടാ എടുത്താ ശരിയാവുള്ള. ആരെന്ന് ചോദിക്കൂലേ ഞാൻ? എന്റെ ചേട്ടാ അതൊരു നാക്കിന് സംസാരിച്ച പോലെ. അത് നൈസായിട്ട് ചോദിച്ചു നോക്കുക ആരാന്ന്. ഞാൻ ആരെന്ന് ചോദിക്കുമ്പോ അവരും കൊണ്ട് ദേഷ്യപ്പെടണമെങ്കിൽ എന്തോ നീ അവർ ദേഷ്യപ്പെടുത്തുന്നില്ലെന്ന് എടുക്കുന്നേ. കട്ട് ചെയ്ത് വീണ്ടും വിളിക്കുന്നു. വീണ്ടും കട്ട് ചെയ്തു. ഓ വീണ്ടും കട്ട് ചെയ്ത് ആന്നോ? ചേട്ടാ വീണ്ടും വിളിക്കുന്നെന്ന്. എടാ ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തോന്ന് ചെയ്യുമെന്ന് പറ. ചേട്ടാ അതൊരു നാക്കിന് സംസാരിച്ചാ മതി എന്നത്. ഇത് അർജന്റ് കോളാണെങ്കിലോ? ഹലോ വലിയച്ചാ, പിന്നെ മനസ്സിലായി. കട്ടിയല്ലേ? കട്ട് ചെയ്ത് ആര്? വലിയച്ഛൻ. വല്യച്ഛനായിരുന്നു. എന്ത് പറഞ്ഞു? വലിയച്ഛൻ പറഞ്ഞു. വലിയച്ഛൻ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തതാണ്. അതുകൂടെ വല്യച്ഛനല്ലേ, കുഴപ്പമൊന്നും. ഒരു അർജന്റ് കാര്യത്തിന് വിളിച്ചപ്പോഴത്തേ നീ ചുമ്മാ എന്തുകൊണ്ട് കളിയാക്കണം? വല്യച്ഛൻ എന്റെ കുഴപ്പമൊന്നുമില്ല. തൃപ്തിയല്ല. ആരെങ്കിലും ഫോൺ വന്നാ അറിയണ്ടേ?
ചോദിക്കണ മുമ്പ് എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ കളിയാക്കണമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോവാണ്. ഇതാ വീണ്ടും വിളിക്കുന്നു. ആരങ്ങോട്ട് ഫോൺ എടുക്കല്ലെന്ന് പറഞ്ഞ വലിയ ഇതിന് കോള് വരില്ല. ഇനി ഇതില് ആരെയും കോള് വിളിക്കുമ്പോ വലിയ ഇതിന് എടുക്കട്ടെ.